السلام عليكم ورحمة الله وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 51-ാം ദിവസം. മാഷാ അല്ലാഹ്, നമ്മൾ ഒരു വളരെ സവിശേഷമായ ഒരു പഠന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 14 സർവനാമങ്ങൾ എന്ന് പറയപ്പെടുന്നത് സർവനാമങ്ങളിൽ നിന്നും നാം 7ലേക്ക് പരിമിതപ്പെടുത്തുന്നു. 7 സർവനാമങ്ങളെ തിരഞ്ഞെടുത്ത് പഠിക്കുന്നു. അപ്പോൾ 50% പഠനഭാരം ലഘൂകരിക്കുകയാണ്. നാം ആദ്യം ഹുവ, അവൻ, ഹും, അവർ, അൻത, നീ, അൻതും, നിങ്ങൾ, അന, ഞാൻ, നഹ്നു, ഞങ്ങൾ, ഹിയ, അവൾ എന്നീ 7 സ്വതന്ത്ര സർവനാമങ്ങൾ പ്രത്യേകമായി പഠിച്ചു. അതിൻ്റെ 2ാം ഘട്ടത്തിൽ നാം ആദ്യം സർവനാമവും പിന്നീട് ഒരു നാമവും ചേർത്ത് പറഞ്ഞു. ഹുവ, അവൻ, ഹുവ മുസ്ലിമുൻ, അവനൊരു മുസ്ലിമാണ്. ഹും മുസ്ലിമൂന, അവർ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ സർവനാമം വേറെയും അതിനെ തുടർന്ന് നാമം വേറെയും പറഞ്ഞു പഠിച്ചു. പിന്നീട് നാം ഒരു നാമത്തിൻ്റെ അവസാനത്തിൽ സർവനാമം ചേർത്ത് പറഞ്ഞു. റബ്ബുൻ രക്ഷിതാവ്, റബ്ബുഹു അവൻ്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്. ഇങ്ങനെ നാം ഒരു നാമത്തിൻ്റെ അവസാനം സർവനാമം ചേർത്ത് പറഞ്ഞപ്പോൾ ഇൻ്റെ ഉടെ എന്നർത്ഥം കിട്ടി നമുക്ക്. അത് കഴിഞ്ഞിട്ട് നാം ലഘുപദങ്ങൾ പഠിച്ചു. ലീ, മിൻ, അൻമ, ബി, ഫി, അല, ഇല ഇങ്ങനെയുള്ള ലഘുപദങ്ങൾ പഠിച്ചു. ആ ലഘുപദങ്ങളുടെ അവസാനം നേരത്തെ പറഞ്ഞ റബ്ബുഹു റബ്ബുഹും പോലെ തന്നെ ലഘുപദങ്ങളുടെ അവസാനം സർവനാമം ചേർത്ത് പറഞ്ഞു പഠിച്ചു. ലീക്കിന് വേണ്ടി ലഹു, അവന്, ലഹും, അവർക്ക് ഇങ്ങനെ പറഞ്ഞു പഠിച്ചു. മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന, മിൻഹ ഇതുപോലുള്ള സർവനാമം അവ്യയങ്ങൾക്ക് ശേഷം ലഘുപദങ്ങൾക്ക് ശേഷം സർവനാമം ചേർത്ത് പറഞ്ഞു പഠിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥവും നാം പ്രാക്ടീസ് ചെയ്തു, പരിശീലിച്ചു. പിന്നീട് ഇന്ന പോലുള്ള പദങ്ങൾ പഠിച്ചു. ഇന്ന, അത് ഇന്നയുടെ അവസാനം സർവനാമം ചേർത്ത് പഠിച്ചു. ഇന്നഹു തീർച്ചയായും അവൻ, ഇന്നഹും തീർച്ചയായും അവർ, ഇങ്ങനെ നാം പഠിച്ചു. അപ്പോൾ ഹുവഹും അൻതുമന നഹ്നു എല്ലാം ഈ ലഘുപദങ്ങളുടെ അവസാനത്തിൽ ചേർത്ത് പഠിച്ചു. മിൻഹു, മിൻഹും, അങ്ങനെ ഫീഹി, ഫീഹിം പ്രകാരം ഇന്നഹു, ഇന്നഹും ഈ രീതിയിലൊക്കെ നാം പറഞ്ഞു പഠിച്ചു. അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഗ്രഹിച്ചു. ഇതൊരു പടിപടിയായ പഠന രീതിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ സർവനാമം വേറെ പഠിച്ചല്ലോ. സർവനാമം 7 സർവനാമമാണ് നമ്മൾ പഠിച്ചത്. 14 സർവനാമം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 12 എണ്ണമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ തന്നെ 12ൻ്റെ കൂടെ 2 എണ്ണം കൂട്ടുമ്പോൾ നമ്മൾ 20% ഭാരം അഡീഷനാക്കി വരിക, ഒരു തോന്നലുണ്ടാക്കുകയാണ്. 12 സർവനാമമേ ഉള്ളൂ, അതിനെ 14 മാറ്റുമ്പോഴേക്കും സർവനാമങ്ങളുടെ എണ്ണം 12ൽ നിന്നും 14 മാറ്റുമ്പോൾ 1.5%, 10-15% കൂടി. അത്രയും ഭാരം കൊടുക്കുന്നതിന് പകരം നമ്മൾ 14 എന്ന് പറയപ്പെടുന്നതിനെ 7ലേക്ക് കൊണ്ടുവരുമ്പോൾ 50% ഭാരം കുറച്ചു എന്ന് മാത്രമല്ല, ഇനി ഞാൻ പറയാൻ പോണ പ്രക്രിയ ഉണ്ടല്ലോ, ആ വെർബുകളുടെ പഠനത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു, ഫതഹത്ത നീ തുറന്നു, ഫതഹത്തും നിങ്ങൾ തുറന്നു, ഫതഹത്തു ഞാൻ തുറന്നു, ഫതഹന നാം തുറന്നു. ഈ ക്രമത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഠന രീതി എന്ന് പറയുന്നത് നേരത്തെ 14ൽ നിന്നും നാം 7ലേക്ക് ചുരുക്കി കൊണ്ടുവന്നുവെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് 50% ഭാരം ലഘൂകരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ ഫതഹയുടെ പട്ടിക പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ ദർസുകളിലും അതേപോലെ അറബിക് കോളേജിലും പഠിപ്പിക്കുന്നത് 95 രൂപങ്ങളാണ്. 95 രൂപങ്ങളെ നാം ഒരു 4 ഘട്ടമായി, അതിന് 3-4 ഘട്ടങ്ങളായി അതിന് 21 രൂപങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് 80% ടാസ്ക് കുറയ്ക്കുകയാണ്, 80% ഭാരം കുറയ്ക്കുകയാണ്. അപ്പോൾ 95ൽ നിന്നും 21 രൂപങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നു. ശേഷിക്കുന്ന രൂപഭേദങ്ങൾ നാം ഓൺ ദ വേയിൽ, പോണ പോക്കിൽ എവിടെയാണോ അത് വരുന്നത് അപ്പോൾ കാണുന്നു, പരിചയപ്പെടുന്നു, പഠിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 80% ഭാരം കുറയ്ക്കുന്ന ഒരു പഠന രീതിയാണ് ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ ദിവസവും കൃത്യമായി എഴുതുകയും പ്രാക്ടീസ് ചെയ്യുകയും എഴുതി സ്കാൻ ചെയ്തത് നിങ്ങളുടെ അസൈൻമെൻറ്റ്
അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമ്പറിലേക്ക് അയക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ എന്ന 7 സർവ്വനാമങ്ങൾ പഠിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നപ്പോൾ പറഞ്ഞെന്താണ്? ഫതഹ അവൻ തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫതഹ എന്ന് പറഞ്ഞതിൽ എവിടെയാണ് ഹുവ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഹുവയുടെ ഭാഗമുണ്ടോ? അവിടെ ഒരു സ്ഥലം, ഒരു അടയാളവും നമുക്കവിടെ കാണാൻ പറ്റുകയില്ല. അപ്പോഴാണ് നാം നേരത്തെ സർവ്വനാമം ഒറ്റയ്ക്ക് പഠിച്ചു, പിന്നെ നാമത്തോടൊപ്പം ചേർത്ത് പഠിച്ചു, നാമവും സർവ്വനാമവും നാമവും ചേർത്ത് പഠിച്ചു, പിന്നീട് സർവ്വനാമത്തിൻ്റെ അവസാനം ചേർത്ത് പഠിച്ചു. ഇങ്ങനെ പല രീതിയിലും ചേർത്ത് പഠിച്ചു. അവസാനം വരുമ്പോൾ സർവ്വനാമം തന്നെയും അപ്രത്യക്ഷമാകുന്ന ഒരു രീതിയിലാണ് ഈ പഠനം, അറബി ഭാഷയിലെ പ്രക്രിയ, അറബി ഭാഷയിലെ പ്രയോഗങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഫതഹ എന്ന് പറയുമ്പോൾ അവൻ തുറന്നു. അവൻ എവിടെയാണ്? അപ്പോൾ ഈ അവൻ അതിനകത്ത് ഇൻബിൽറ്റായിട്ട് തന്നെ, എംബഡഡ് ആയിട്ട് തന്നെ ഉണ്ട്. അതിന് ഉള്ളിൽ തന്നെ നിറച്ചു വച്ചിരിക്കുകയാണ് നാം അറിയാതെ അവൻ എന്ന്. അപ്പോൾ അറബി ഭാഷയിലെ ഒരു ക്രിയ, ഒരു വെർബ്, ഫതഹ എന്ന് പറയുമ്പോൾ ഒരു വെർബാണ്, ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അവൻ പോലുള്ള സർവ്വനാമങ്ങൾ, ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു പോലുള്ള സർവ്വനാമങ്ങൾ ഒരു ക്രിയയുടെ അകത്ത് തന്നെ ഉണ്ടാകും, എംബഡഡ് ആയിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ അറബി ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിച്ചു വെക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു, ഫതഹത നീ തുറന്നു, ഫതഹത്തും നിങ്ങൾ തുറന്നു, ഫതഹത്തു ഞാൻ തുറന്നു, ഫതഹന നാം തുറന്നു. ഇത്രയും നിങ്ങൾ എഴുതി അസൈൻമെൻറ്റ് നമ്പറിലേക്ക് ഇടുക. ഇവിടെ ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു ഇതൊന്നും എഴുതേണ്ടതില്ല. എന്താണോ എഴുതാൻ പറഞ്ഞത് ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു, ഫതഹത്ത നീ തുറന്നു, ഫതഹത്തും നിങ്ങൾ തുറന്നു, ഫതഹത്തു ഞാൻ തുറന്നു, ഫതഹന നാം തുറന്നു. ഇത്രയും മാത്രമാണ് എഴുതേണ്ടത്. ഇത് എഴുതി സ്കാൻ ചെയ്ത് അസൈൻമെൻറ്റ് നമ്പറിലേക്ക് ഇടുക. ഇത് ഖുർആനിൽ 5000-ഓളം പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു പ്രയോഗമാണ്. إن شاء الله بنقرأ بالله التوفيق. سبحان الله وبحمده، سبحانك اللهم وبحمدك، نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.